എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സിറ്റിസൺഷിപ്പ് എന്ന ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറ്റിസൺഷിപ്പ് നമ്മളുടെ ഭരണഘടനയുടെ എവിടെയാണുള്ളത്. പാർട്ട് 2-ലാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെ ആർട്ടിക്കിളുകൾ? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇതെന്തായാലും നിങ്ങൾ ഓർമ്മ വയ്ക്കണം. പക്ഷേ ഈ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഒന്നും തന്നെ പിന്നീട് ഭാവിയിൽ നമ്മളുടെ രാജ്യത്ത് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടതെന്നൊന്നും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. ഇലാബറേറ്റ് ആൻഡ് പെർമനൻറ്റ് പ്രൊവിഷൻസ് ഒന്നും തന്നെ ഇല്ല. അവിടെ തീരുമാനം എടുക്കുന്നത് ആരാണ്? നമ്മളുടെ പാർലമെൻ്റ് ആണ്. സിറ്റിസൺഷിപ്പ് ആക്ടുകളിലൂടെ ഇവിടെ ആർക്കൊക്കെ പൗരത്വം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇത് ആ ഒരു 1950 നമ്മളുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഒരു സമയത്ത് ആരൊക്കെ സിറ്റിസൺ ആവണം എന്ന് മാത്രമുള്ള തീരുമാനമാണ് ഈ ഒരു 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇവിടെ സിറ്റിസൺഷിപ്പ് എങ്ങനെ അക്വയർ ചെയ്യാം എന്ന് നോക്കി. നമ്മൾ കണ്ടു ജനനം വഴി, ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ ഡിസെൻറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ഇന്ത്യൻ കണക്ഷൻ ഉണ്ട്, ഇന്ത്യൻ ഒറിജിൻ ഉണ്ടെങ്കിൽ അതുവഴി രജിസ്ട്രേഷൻ വഴി നമുക്ക് സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ സിറ്റിസൺ ആണ്, ഇന്ത്യയായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിൽ പല ക്രൈറ്റീരിയകളും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും സിറ്റിസൺഷിപ്പ് നേടാനുള്ള അവസരമുണ്ട്. പക്ഷേ കുറേയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് മാത്രം. പിന്നെ അത് മാത്രമൊന്നുമല്ല, നമ്മൾ സിറ്റിസൺ ആയിരുന്ന ഒരു പ്രദേശം ഇന്ത്യയോട് ചേർന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ പോണ്ടിച്ചേരി, ഗോവ, സിക്കിം ഒക്കെ ഇന്ത്യയുടെ ഭാഗമായി മാറിയതുപോലെ അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാൻ കഴിയും. അതിനുശേഷം ആസാം അക്കോർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് കുറച്ച് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. നമ്മൾ കണ്ടു ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് എങ്ങനെ അക്വയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് നഷ്ടമാവുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സിറ്റിസൺഷിപ്പ് നഷ്ടമാവാൻ 3 വഴികളാണുള്ളത്. ആ 3 വഴികളിൽ ആദ്യത്തേത് റിനൗൺസിയേഷൻ ആണ്. എന്താണ് റിനൗൺസിയേഷൻ? റിനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കുകയാണ്, എനിക്കിനി ഇന്ത്യൻ പൗരനായിട്ട് തുടരണ്ട എന്ന് പ്രോപ്പറായിട്ട് ഒരു ഡിക്ലറേഷൻ ആരെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ സിറ്റിസൺഷിപ്പ് പോകുന്നതാണ്. ഇവിടെ ആകെ ഒരൊറ്റ എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിൽ ഇങ്ങനൊരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, അത് വിത്ത്ഹോൾഡ് ചെയ്യും. അത് യുദ്ധത്തിന് ശേഷമേ തീരുമാനം എടുക്കുള്ളൂ. കാരണം ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് നിങ്ങൾ റിനൗൺസിയേഷൻ എന്ത് കാരണത്താലാണെന്നൊന്നും നോക്കാനൊന്നും ഉള്ള പ്രോപ്പറായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ റിനൗൺസിയേഷൻ്റെ ഡിക്ലറേഷൻ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അതൊന്നും പരിഗണിക്കുന്നതല്ല, അത് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. യുദ്ധത്തിന് ശേഷമേ തീരുമാനം എടുക്കുള്ളൂ. ഈ ഒരു റിനൗൺസിയേഷനിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ റിനൗൺസിയേഷൻ വഴി ആ ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുത്ത് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈനർ ചൈൽഡ്, നിങ്ങളുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കും അവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടമാവും. കാരണം നിങ്ങളുടെ ആ ഒരു കുട്ടിയാണെന്നുള്ള രീതിയിലാണ് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയത്. അവർക്ക് ആ സിറ്റിസൺഷിപ്പ് നഷ്ടമാവും. പക്ഷേ അവർക്ക് ഭാവിയിൽ സിറ്റിസൺഷിപ്പ് വീണ്ടെടുക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ ആ ഒരു കുട്ടിക്കെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പാരൻസ് ഒരു കാലത്ത് ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നല്ലോ, അവർക്കും ഒരു കാലത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവർക്ക് പിന്നീട് വീണ്ടെടുക്കാൻ പറ്റും. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ ആ ഒരു സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുത്തുന്നതോടെ, നിങ്ങൾ ഡിക്ലറേഷൻ എഴുതി കൊടുത്ത് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതോടെ നിങ്ങളുടെ കുട്ടിയുടെയും സിറ്റിസൺഷിപ്പ് നഷ്ടമാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് റിനൗൺസിയേഷൻ ആണ്. നിങ്ങൾ ഡിക്ലറേഷൻ എഴുതി കൊടുത്തുകൊണ്ട്, അപ്പോൾ റിനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണെന്ന് എപ്പോഴും ഓർത്തു വയ്ക്കുക. അടുത്തതായിട്ട് വരുന്നത് ടെർമിനേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. ഇവിടെ നിങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നേടിയെടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ടാവുമല്ലോ കാനഡയിലും US-ലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ കാനഡയുടെ സിറ്റിസൺഷിപ്പ് എടുക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ഇവിടെ നമുക്കറിയാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന പല വിധത്തിലുള്ള അവകാശങ്ങളുണ്ട്. അതൊന്നും ചോദിച്ചുകൊണ്ട് വരരുത്. പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വേണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു വോയിസ് ഉണ്ടാവുന്നതല്ല. നിങ്ങൾ അമേരിക്കയുടെ സിറ്റിസൺ ആയോ,
അവിടെ പോയി ജീവിച്ചോളൂ, സുഖമായിട്ട് ജീവിച്ചോളൂ, പിന്നെ ഇവിടുത്തെ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കരുത്. ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാരണമുണ്ട്. ആർട്ടിക്കിൾ 9 ഞാൻ പറഞ്ഞില്ലേ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് കവർ ചെയ്യുന്നത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഭാവിയിലുള്ള സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ആർട്ടിക്കിൾ 9 പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു രാജ്യത്ത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്നതല്ല. അതായത് നിങ്ങൾക്കൊരൊറ്റ പൗരത്വം, ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ പൗരനായിട്ട് നിൽക്കുക, അല്ലാതെ അമേരിക്കയിലോ UAE ഒക്കെ പോയിട്ട് അവിടുത്തെ പൗരത്വം നേടിയെടുത്തിട്ട് ഇവിടുത്തെ പൗരനാണെന്നും പറഞ്ഞ് നിന്നുകൊണ്ടിരിക്കരുത്. ഇതിൻ്റെ എക്സെപ്ഷൻസ് നമുക്ക് മറ്റു പല രാജ്യങ്ങളിലും കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പാകിസ്ഥാനിലത്തെ ഒരു സിറ്റിസൺ ചിലപ്പോൾ ഇംഗ്ലണ്ടിലെയും സിറ്റിസൺ ആയിരിക്കും. അവിടെയൊക്കെ അത് അനുവദനീയമാണ്. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കില്ല. ഒരൊറ്റ സിറ്റിസൺഷിപ്പ്, ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യക്കാരനാണ്, അല്ലാതെ വേറൊരു രാജ്യത്തിന് സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് നേടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പൗരനായിട്ട് തുടരാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷെ ഇവിടെയും എക്സെപ്ഷൻ ഉണ്ട്, യുദ്ധത്തിൻ്റെ സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഒരു സിറ്റിസൺഷിപ്പ് നിങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെതായിട്ട് നേടിയെടുക്കുമ്പോൾ അത് ഒരു വിധത്തിലുള്ള കമ്പൽഷൻ ഒന്നും വഴിയല്ലെന്ന് നമ്മളെ ഗവൺമെൻറ് ഉറപ്പുവരുത്തും. ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ കോൺഷ്യസ്ലി, നോയിങ്ലി ആൻഡ് വിത്തൗട്ട് ഡ്യൂറസ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ കമ്പൽഷൻ. നിങ്ങളെ കമ്പൽ ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചതെന്ന് നമ്മളെ ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റിസൺഷിപ്പ് കാരണം നിങ്ങളുടെ ഈ ഒരു സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ആവുന്നല്ല, അതായത് ഇന്ത്യൻ പൗരത്വം ടെർമിനേറ്റ് ആവുന്നല്ല. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള നടപടികൾ എടുത്ത് നിങ്ങൾ ഇന്ത്യൻ പൗരനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിന് സമയത്താണ് ഇങ്ങനെ നിങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കുന്നതെങ്കിൽ ആ സമയത്ത് ടെർമിനേഷൻ അപ്ലൈ ആവുന്നതല്ല. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ കമ്പൽഷൻ വഴിയാണോ അല്ലാതെയാണോ ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തത് എന്നൊന്നും ചെയ്യാനുള്ള സമയം നമ്മളെ ഗവൺമെൻറ്റിനില്ല. അപ്പോൾ രണ്ടാമത്തെ രീതി എങ്ങനെയാ? ബൈ ടെർമിനേഷൻ. നിങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതാണ്. ആദ്യം നിങ്ങൾ സ്വമേധയാ വേണ്ടെന്ന് വെച്ചതാണെങ്കിൽ ഇവിടെ നിങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കുന്നതോടെ ഇന്ത്യൻ ഗവൺമെൻറ് ടെർമിനേറ്റ് ചെയ്ത് കളയുവാണ്. അതെന്തുകൊണ്ടാണ്? ആർട്ടിക്കിൾ 9 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ബാൻഡ് ആണെന്നുള്ളത്. അടുത്തത് ബൈ ഡെപ്രിവേഷൻ ആണ്. ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു സിറ്റിസൺഷിപ്പ് നമ്മളുടെ ഗവൺമെൻറ്റിന് വേണ്ടെന്ന് വെക്കാൻ കഴിയും. അതായത് ഇവിടെ കമ്പൽസറി ടെർമിനേഷൻ ആണ്. ഇറ്റ് ഈസ് എ കമ്പൽസറി ടെർമിനേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അതിന് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു സിറ്റിസൺഷിപ്പ് നേടിയെടുത്തത് ഫ്രോഡ് വഴിയാണ്, നിങ്ങൾ കള്ളത്തരം കാണിച്ച് ഓരോന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സിറ്റിസൺഷിപ്പ് നേടിയെടുത്തതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാര്യം എടുത്തു കളയുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ലോയൽറ്റി, നമ്മളുടെ ഈ ഒരു രാജ്യത്തെ ഭരണഘടനയോട് നിങ്ങൾ ഡിസ്ലോയൽറ്റി കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലൊക്കെ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ ഭരണഘടനയെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ അതിനായിട്ട് ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇവിടെ നോൺ ജസ്റ്റിസിബിൾ ആണെങ്കിലും പല നിയമങ്ങളും അതിനോട് കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഡിസ്ലോയൽറ്റി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ്റിന് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഡെപ്രവേഷൻ എന്ന ഒരു പ്രൊവിഷനിൽ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. കമ്പൽസറി ടെർമിനേഷൻ ആണിത്. അപ്പോൾ ഡിസ്ലോയൽറ്റി കാരണം നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ 2 വർഷത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. ദ സിറ്റിസൺ ഹാസ് വിത്തിൻ 5 years ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓർ നാച്ചുറലൈസേഷൻ, നിങ്ങൾ നാച്ചുറലൈസേഷൻ വഴിയോ രജിസ്ട്രേഷൻ വഴിയോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടിയതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ ആ ഒരു കാലയളവിൽ തന്നെ 2 വർഷത്തേക്കൊക്കെ ആയിട്ട് 2 വർഷമോ അതിൽ കൂടുതലോ ആയിട്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. കാരണം നാച്ചുറലൈസേഷനിലൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗുഡ് കോണ്ടക്റ്റ് വേണം, നിങ്ങൾക്ക് നല്ല സ്വഭാവം വേണമെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് പുറത്തുനിന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ കോണ്ടക്റ്റിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു 5 വർഷ കാലയളവിനുള്ളിൽ 2 വർഷത്തേക്ക് ഇംപ്രിസൺഡ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നമ്മളുടെ ഗവൺമെൻറ്റിന് കമ്പൽസറി ആയിട്ട് എടുത്ത് കളയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിമീസുമായിട്ട് ശത്രു രാജ്യങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ കൂറ് പുലർത്തുന്നുണ്ടെങ്കിൽ, കാരണം എല്ലായ്പ്പോഴും നമ്മൾ രജിസ്ട്രേഷൻ വഴിയാണെങ്കിലും നാച്ചുറലൈസേഷൻ വഴിയാണെങ്കിലും നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ഇന്ത്യൻ ഭരണഘടനയോട് ഒരു കൂറുണ്ടെന്ന് നമ്മൾ
ഉറപ്പ് കൊടുക്കണം. ആ ഒരു കൂറ് പക്ഷെ നിങ്ങൾ മറ്റൊരു രാജ്യത്തോടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ശത്രു രാജ്യത്തോടാണ് കാണിക്കുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് കമ്പൽസറിലി ടെർമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, the citizen has unlawfully traded or communicated with the enemy during a war. ശത്രു രാജ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, യുദ്ധത്തിൻ്റെ സമയത്താണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകം അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൻ്റെ സമയത്ത് നിങ്ങൾ ശത്രു രാജ്യത്തെ സഹായിക്കാൻ പോവാണ്, നമ്മളുടെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇവിടുത്തെ സിറ്റിസൺ ആണെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചോർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അവനെ വെച്ച് ഉറപ്പിക്കുക. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഡെപ്രവേഷൻ വഴി നമ്മളുടെ കമ്പൽസറി ടെർമിനേഷൻ ആയിട്ട് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ രാജ്യത്തിന് പുറത്താണ്, ദ സിറ്റിസൺ ഹാസ് ബീൻ ഓർഡിനറിലി റെസിഡൻറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ ഫോർ 7 years കണ്ടിന്യൂസ്ലി. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷത്തേക്ക് ഇന്ത്യക്ക് പുറത്താണ്. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പോകുന്നതാണ്. നിങ്ങളിപ്പോൾ കാനഡയിൽ പോയി 7 വർഷമായിട്ട് ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നേ ഇല്ല, നിങ്ങളിവിടെ സിറ്റിസൺഷിപ്പ് തുടരാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഇവിടുത്തത് നഷ്ടപ്പെടുന്നതാണ്. എന്തുവഴി? ഡെപ്രവേഷൻ വഴി. അപ്പോൾ നമ്മൾ 3 വഴി കണ്ടു. ആദ്യത്തേത് റെനൗൺസിയേഷൻ, നമ്മളായിട്ട് തന്നെ എഴുതി കൊടുത്ത സിറ്റിസൺഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നത്. രണ്ടാമത്തത് ബൈ ടെർമിനേഷൻ, നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് കളയുന്നത്. പിന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഡെപ്രിവേഷൻ വഴിയാണ്. അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് കമ്പൽസറി ടെർമിനേഷൻ നടത്തും. അത് നിങ്ങൾ ഫ്രോഡ് കാണിച്ചാണ് സിറ്റിസൺഷിപ്പ് എടുത്തതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനോട് ഡിസ്ലോയൽറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ വഴിയോ നാച്ചുറലൈസേഷൻ വഴിയോ സിറ്റിസൺഷിപ്പ് നേടിയതിന് ശേഷം 5 വർഷ കാലയളവിനുള്ളിൽ ആ ഒരു രജിസ്ട്രേഷൻ വഴിയോ നാച്ചുറലൈസേഷൻ വഴിയോ സിറ്റിസൺഷിപ്പ് നേടിയതിന് തൊട്ട് ആ ഒരു സമയം തൊട്ട് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ 2 വർഷത്തേക്ക് ജയിലിലൊക്കെ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയല്ല അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് കമ്പൽസറി ടെർമിനേഷൻ ഡെപ്രവേഷൻ വഴി പോകുന്നതാണ്. പിന്നെ നിങ്ങൾ യുദ്ധസമയത്ത് ശത്രു രാജ്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഒരു ചാരനായിട്ട് ഇവിടുത്തെ പൗരനാണെന്നും പറഞ്ഞ് നിന്നിട്ട് ഇവിടെ തന്നെ ഒറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പോകുന്നതാണ്. പിന്നെ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് 7 വർഷത്തേക്കാളും കൂടുതലായിട്ട് പുറത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷനും ഇല്ലെങ്കിൽ അവിടെയും നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പോകുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ 9 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ എന്ന രാജ്യത്ത് ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം ഒരു ഫെഡറൽ ആയിട്ടുള്ള സ്ട്രക്ചറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്സിന് അത്യാവശ്യം പ്രാധാന്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസനാണ്. അല്ലാതെ നിങ്ങൾ കേരള സിറ്റിസനോ തമിഴ്നാട് സിറ്റിസനോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അതേസമയം നിങ്ങൾ സ്വിറ്റ്സർലൻഡിലും US ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ 2 സിറ്റിസൺഷിപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ US അവിടെ നമുക്കറിയാം കുറേ സ്റ്റേറ്റുകളൊക്കെ ചേർന്നിട്ടുള്ളൊരു യൂണിയനായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു രാജ്യത്തിൻ്റെയും സിറ്റിസൺഷിപ്പ് ഉണ്ട്. അങ്ങനെ അവർക്ക് 2 റൈറ്റ്സ് ഉണ്ട്. 2 റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡ്യുവൽ റൈറ്റ്സ്. എവിടെ? അവിടുത്തെ സ്റ്റേറ്റിൽ അവർക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് രാജ്യത്തിൻ്റെതായിട്ടുള്ള അവിടുത്തെ പൗരനാണെന്നുള്ള രീതിയിലുള്ള റൈറ്റ്സും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലത്തെ പൗരനല്ലാതെ ഒരു ഔട്ട്സൈഡർ ആയിട്ടും കൂടെ മാറും. പക്ഷെ ഇന്ത്യയിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയാലും നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ മാത്രമാണ്. അവിടെ അമേരിക്കയിൽ ഡിസ്ക്രിമിനേഷൻ നടക്കാം ഇല്ലേ? കാരണം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ, ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്ന് വേറൊരു അമേരിക്കൻ സ്റ്റേറ്റിലോട്ടൊക്കെ പോകണമെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ പുതിയൊരു സ്റ്റേറ്റിലോട്ട്, നിങ്ങൾ സിറ്റിസൺ അല്ലാത്ത, നിങ്ങൾ രാജ്യത്തിൻ്റെ മാത്രമേ സിറ്റിസനുള്ളൂ, സ്റ്റേറ്റിൻ്റെ സിറ്റിസനായിട്ട് അവിടെ ഇല്ല. അപ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ നടക്കാം. എന്തൊക്കെ കാര്യത്തിൽ? റൈറ്റ് ടു വോട്ടിൻ്റെ കാര്യത്തിൽ, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസസിൻ്റെ കാര്യത്തിൽ, റൈറ്റ് ടു പ്രാക്ടീസ് പ്രൊഫഷൻസിൻ്റെ കാര്യത്തിൽ, ഇക്കാര്യങ്ങളിലൊക്കെ ഡിസ്ക്രിമിനേഷൻ നടക്കാം. പക്ഷെ ഇന്ത്യയിൽ ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസനാണ്, അല്ലാതെ സംസ്ഥാനത്തിൻ്റെ സിറ്റിസൺ ആണെന്നൊന്നും ഒരു വിധത്തിലും പറയുന്നില്ല. ഇന്ത്യ അക്കാര്യത്തിൽ ഫോളോ ചെയ്തിരിക്കുന്നത് കാനഡയുടെ സിസ്റ്റമാണ്. കാനഡയിലും ഇങ്ങനെ തന്നെയാണ്. കാനഡക്കാർക്ക് ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, അല്ലാതെ അവിടുത്തെ സ്റ്റേറ്റ്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് ഒന്നും ഇല്ല. അപ്പോൾ അതാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഒരൊറ്റ റൈറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ചില കാര്യങ്ങളിൽ
ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാം. ആദ്യം തന്നെ നമ്മളുടെ പാർലമെൻറ്റിന് ആർട്ടിക്കിൾ 16 പ്രകാരം ചില ജോബുകൾക്കായിട്ടൊക്കെ റെസിഡൻസ് എവിടെയായിരിക്കണം എന്നുള്ളത് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ആയിട്ട് വെക്കാം. അതിനായിട്ട് അവർക്ക് നിയമം പാസ്സാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ പാർലമെൻറ്റ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ് ആക്ട് ടു റെസിഡൻസ് ആക്ട് 1957 ഇപ്പോൾ നോൺ ഗസറ്റഡ് പോസ്റ്റുകൾ ആന്ധ്രാപ്രദേശ്, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാനയൊക്കെ ആയല്ലോ, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര പോലുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ അവിടുത്തെ നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലോട്ട് ആ ഒരു സംസ്ഥാനത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമേ റെസിഡൻറ്റ്, ബർത്തല്ല റെസിഡൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റെസിഡൻ്റ് ആയിട്ട് അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ പാർലമെൻറ്റിന് നിയമം പാസ്സാക്കാൻ പറ്റും. ഏത് പ്രകാരം? ആർട്ടിക്കിൾ 16 പ്രകാരം. ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ റെസിഡൻസ് ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. പാർലമെൻറ്റിന് അതിനായിട്ടൊരു നിയമം കൊണ്ടുവരാൻ പറ്റും. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിലും ഈ ആന്ധ്രാപ്രദേശിലെയോ മറ്റും നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി തരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടാണ് അവിടെ റെസിഡൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്. അതുമാത്രമല്ല ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? റൈറ്റ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. എന്തൊക്കെ കാര്യത്തിൽ? ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റെസിഡൻസ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. റെസിഡൻസ് എന്നുള്ളത് അവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ലാത്ത ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ എവിടെ ജനിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ എന്ത്, നിങ്ങളുടെ റേസ് എന്ത്, നിങ്ങളുടെ കാസ്റ്റ് എന്ത്, നിങ്ങളുടെ സെക്സ് എന്ത്, ഇതൊക്കെ പറഞ്ഞിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളൂ. നിങ്ങളുടെ താമസ സ്ഥലം പറഞ്ഞിട്ട് നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാമെന്ന് ആർട്ടിക്കിൾ 15 റൈറ്റ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനിൽ തന്നെ പ്രത്യേകം അവിടെ ആ ഒരു റെസിഡൻസ് എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട്, ഗ്രൗണ്ട്സ് പറയുമ്പോൾ റെസിഡൻസ് എന്നുള്ളത് പറയുന്നേ ഇല്ല, അവിടെ തന്നെ അനുവദിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ഈ ഒരു രാജ്യത്ത് റെസിഡൻസ് എന്നുള്ളത് ഡിസ്ക്രിമിനേഷൻ്റെ ഒരു ഭാഗമാക്കാം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. നമ്മളുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് റെസിഡൻസ് ഇല്ലേ, ആർട്ടിക്കിൾ 19 നമ്മളുടെ സ്പീച്ച് എക്സ്പ്രഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അതിൽ നമ്മളുടെ മൂവ്മെൻറ്റിനെയും റെസിഡൻസിനെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ട്രൈബൽ ഏരിയാസിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മളുടെ മൂവ്മെൻറ്റിനെയും റെസിഡൻസിനെയും ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദിവാസികളുടേതായിട്ടുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ നിങ്ങൾ പോകരുത്. നമുക്ക് ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് ആർട്ടിക്കിൾ 19 ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പുറത്തേക്ക് എക്സ്റ്റേണൽ മൂവ്മെൻറ്റ് എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള മൂവ്മെൻറ്റ് ആർട്ടിക്കിൾ 19 വരുന്നത്. പക്ഷേ അതും നമുക്ക് റിസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യക്കുള്ളിൽ എവിടേക്കും പോകാൻ എനിക്ക് അധികാരം ഉണ്ടെന്നും പറഞ്ഞിട്ട് ആദിവാസി മേഖലകളിൽ നമ്മളുടെ ഗവൺമെൻറ് പല വിധത്തിലുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കി റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ടൊക്കെ അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഷെഡ്യൂൾഡ് ഏരിയനെ കുറിച്ചൊക്കെ പ്രോപ്പറായിട്ട് നമ്മളുടെ ഷെഡ്യൂൾസിൽ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ലേറ്റർ പഠിക്കുന്നതാണ്. അപ്പോൾ ട്രൈബൽ ഏരിയാസിൻ്റെ കാര്യത്തിലും നമുക്ക് എല്ലാ വിധത്തിലുള്ള അധികാരമുണ്ട്, മൂവ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നൊന്നും പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെയാണ് ആ റെസിഡൻസ് എന്നുള്ളതിന് കുറേ അധികം എക്സെപ്ഷൻസ് വരുന്നത്. പിന്നെ ജമ്മു കാശ്മീരിലും ഉണ്ടായിരുന്നു കേട്ടോ. ജമ്മു കാശ്മീരിൽ അവിടെ നമുക്ക് സ്ഥലങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീരും ലഡാക്കും പുതിയ യൂണിയൻ ടെറിട്ടറീസൊക്കെ ആയി മാറിയപ്പോൾ അതിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രൈബൽ ഏരിയാസിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ആ ഒരു പ്രവേശനം അനുവദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് കാരണമുണ്ട്. കാരണം അവരുടേതായിട്ടുള്ള കൾച്ചറൊക്കെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മളെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ കേരളത്തിൽ തന്നെ കേൾക്കാറുണ്ട്, നമ്മൾ ആദിവാസി മേഖലകളിലോട്ടൊക്കെ ഈ നാട്ടിൽ നിന്നുള്ളവർ പോയിട്ട് അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിച്ച് അവിടുത്തെ വ്യക്തികൾക്ക് മദ്യവും മറ്റും നൽകി അവരുടെ റിസോഴ്സസ് ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെയാണ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. ഫെഡറൽ സ്ട്രക്ചർ ആണെങ്കിലും ഇവിടെ ഒരു സ്റ്റേറ്റിൻ്റെ സിറ്റിസൺഷിപ്പ് ഒന്നും ഒരിക്കലും ഇല്ല. അമേരിക്കയിൽ പക്ഷേ ഉണ്ട്. അമേരിക്കയിൽ അതുകൊണ്ട് തന്നെ
നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത്, ഏത് സ്റ്റേറ്റിൻ്റെ സിറ്റിസൺ ആണോ എന്നുള്ളതും കൂടെ വെച്ചിട്ട് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നതാണ്. പക്ഷെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് കാനഡയുടെ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ പോയാലും നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. നിങ്ങൾ കേരളത്തിൻ്റെ പൗരനല്ല, നിങ്ങൾ തമിഴ്നാടിൻ്റെ പൗരനല്ല, നിങ്ങൾ ആന്ധ്രാപ്രദേശിൻ്റെ പൗരനല്ല, നിങ്ങൾ ഇന്ത്യയുടെ പൗരനാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ കണ്ടേ? ആർട്ടിക്കിൾ 16 ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് റെസിഡൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാൻ പറ്റും. അതിനായിട്ട് നിയമം പാസ്സാക്കാൻ നമ്മളുടെ പാർലമെൻറ്റിന് പറ്റും. അങ്ങനെ നിയമം പാസ്സാക്കിയിട്ടുമുണ്ട്. നമ്മളുടെ ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലോട്ടൊക്കെ ഒരു റെസിഡൻസ് ആന്ധ്രാപ്രദേശിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ് താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കണമെന്ന് നമ്മളെ പാർലമെൻറ്റ് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല നിയമങ്ങളും പിന്നീടും വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിയമം വെക്കാൻ പറ്റും. റെസിഡൻസ് എന്നുള്ളത് അവിടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ഒരു ക്ലെയിമും വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഗ്രൗണ്ട്സ് പറയുമ്പോൾ റെസിഡൻസ് ഒരു ഗ്രൗണ്ടായിട്ട് പറയുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ റെസിഡൻസിൻ്റെ പേരിൽ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് the state can provide special benefits or give preference to its residents in matters that do not come within the purview of the rights given by the Constitution to the Indian citizens. അപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമല്ലാതെ വരുന്ന കാര്യങ്ങളിലൊക്കെ റെസിഡൻസിനെ ഒരു പ്രത്യേകമായിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് എടുത്ത് അവിടുത്തെ റെസിഡൻസിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പലപ്പോഴും ഇപ്പം നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ഫീസിൻ്റെ കാര്യത്തിലൊക്കെ ആ ഒരു സംസ്ഥാനത്തിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവകാശങ്ങളുടെ ഭാഗമല്ലാത്ത കാര്യങ്ങളിലൊക്കെ റെസിഡൻസിനെ ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് എടുത്താലും ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം ആർട്ടിക്കിൾ 15 അതൊരു ഗ്രൗണ്ടേ അല്ല. റെസിഡൻസ് എന്നുള്ളതൊരു ഗ്രൗണ്ടല്ല. നിങ്ങൾ സെക്സിൻ്റെ കാര്യത്തിലോ റിലീജിയൻ്റെ കാര്യത്തിലോ കാസ്റ്റിൻ്റെ കാര്യത്തിലോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിലോ നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. റെസിഡൻസിൻ്റെ കാര്യത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ, ട്രൈബൽ ഏരിയാസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൂവ്മെൻറ്റോ നിങ്ങളെ റെസിഡൻസോ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തിനു വേണ്ടി? ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ അവരുടേതായിട്ടുള്ള കൾച്ചർ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യമുള്ളത്. പിന്നെ നമ്മളുടെ ജമ്മു കാശ്മീരിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആയപ്പോൾ അവിടെ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ്. ഇവിടെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു സിറ്റിസൺഷിപ്പ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. അതായത് നിങ്ങളിപ്പോൾ UAE ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ OCI കാർഡ് ഹോൾഡർ എന്നാണ് പറയുക. ആദ്യമൊക്കെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ ഇത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയാനായിട്ട് ഇപ്പോൾ OCI കാർഡ് ഹോൾഡർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഇന്ത്യൻ കണക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ എക്സ്ട്രാ കിട്ടുന്നല്ലാതെ നിങ്ങൾ OCI കാർഡ് കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു UAE അല്ലെങ്കിൽ ഒരു US അങ്ങനെയൊക്കെയുള്ള സിറ്റിസൺ ആണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളുടെ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് എല്ലാം സിഗ്മിയുടെ കീഴിലായിരുന്നു. 2002 കാരണം നമുക്കറിയാം ഇന്ത്യക്ക് വലിയൊരു ഡയാസ്പൊറ ഉണ്ട്. അതായത് നമ്മളുടെ പുറത്ത് താമസിക്കുന്ന കുറേ അധികം ഇന്ത്യക്കാരുണ്ട്. US-ലാണെങ്കിലും നമ്മൾ പറയാറില്ല, നമ്മൾ ചന്ദ്രനിൽ പോയാൽ വരെ അവിടെ ഒരു മലയാളീനെ കാണാം. മലയാളി ഒരു ഇന്ത്യക്കാരൻ തന്നെയാണല്ലോ. അപ്പോൾ ഇന്ത്യക്കാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഓവർസീസ് സിറ്റിസൺഷിപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് എല്ലാം സിഗ്വിയുടെ കീഴിൽ 2002 ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ
കൊടുത്തിട്ടുണ്ടായുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാൻഡേറ്റ് ഓഫ് ദ കമ്മിറ്റി വാസ് ടു മേക്ക് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദ ഗ്ലോബൽ ഇന്ത്യൻ ഡയോസ്പൊറ ആൻഡ് ടു റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ എ കൺസ്ട്രക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദം. അവരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധം കൊണ്ടുവരാനായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റീനെ കൊണ്ടുവന്നത്. അങ്ങനെ ആ കമ്മിറ്റി എന്താ റെക്കമെൻഡ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റെക്കമെൻഡഡ് ദി അമെൻമെൻറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ടു പ്രൊവൈഡ് ഫോർ ഗ്രാൻഡ് ഓഫ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ടു ദ പേഴ്സൺസ് ഓഫ് ഇന്ത്യ ഒറിജിൻ ബിലോങ്ങിങ് ടു സർട്ടൻ സ്പെസിഫൈഡ് കൺട്രീസ്. അപ്പോൾ അവർ പറഞ്ഞു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നമുക്ക് കൊടുക്കാം. പക്ഷേ ആർട്ടിക്കിൾ 9 ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഒന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിന് ഒരു കാർഡ് പോലെ, ഒരു എക്സ്ട്രാ ആനുകൂല്യങ്ങൾക്കായിട്ട് അവരെ യോഗ്യരാക്കുന്ന ഒരു കാർഡ് പോലെ മാത്രമാണ് കൊടുത്തത്. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം, ഇതൊരിക്കലും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിച്ച് കൊടുക്കുന്നില്ല. അവരുമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ട്, അവർക്ക് ഇന്ത്യൻ കണക്ഷൻ ഉള്ളത് ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ ഏത് കമ്മിറ്റിയാണ് ഇത് നിർദ്ദേശിച്ചത്? LM സിഗ്മിയുടെ കീഴിൽ 2002 കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ഇത് നിർദ്ദേശിച്ചത്. 2002 അങ്ങനെ PIO എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നു, അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇവിടെ നമ്മളെ LM സിഗ്മിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില രാജ്യങ്ങളിലോട്ട് മാത്രമേ ഇത് പ്രത്യേകം എടുത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ആർട്ടിക്കിൾ 9 ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രൊഹിബിറ്റഡ് ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ OCI എന്നുള്ളൊരു സിസ്റ്റം തുടങ്ങി. ആദ്യം PIO ആയിരുന്നു, അതാണ് പിന്നീട് OCI. 2005 മുതലാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ളത് തുടങ്ങിയത്. ആദ്യം പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നാണ് 2002 നമ്മളെ സിഗ്വി കമ്മിറ്റിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം ഒന്നും തരാൻ പറ്റില്ല, വേറെ ചില രാജ്യങ്ങളിൽ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2015 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ഈ OCIനെ OCI കാർഡ് ഹോൾഡർ മാത്രമാക്കി മാറ്റി. PIO എന്നുള്ള സിസ്റ്റം മൊത്തത്തിലെടുത്ത് കളഞ്ഞു. 2002 തുടങ്ങിയ PIO സിസ്റ്റമും OCI എന്നുള്ളതും ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ OCI എന്നുള്ളതായിരുന്നു കുറച്ചും കൂടെ പോപ്പുലർ. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ OCI എന്ന് പറഞ്ഞിട്ട് പുതിയ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടുന്നില്ല. അവർ ആ ഒരു രാജ്യത്തെ സിറ്റിസൺ തന്നെയായിട്ട് തുടരും. പക്ഷേ ഇന്ത്യൻ കണക്ഷൻ ഉള്ളതുകൊണ്ട് ചില ആനുകൂല്യങ്ങൾക്കായിട്ടൊരു കാർഡ് പോലെ തന്നെ 2015 അമെൻമെൻറ്റ് വന്നപ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പേര് തന്നെ ഇങ്ങനെയാക്കി, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ഹോൾഡർ. ആ കാർഡ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ എന്നത് പ്രോപ്പറായിട്ട് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ OCI കാർഡ് ഹോൾഡർ എന്ന് മാത്രമാക്കി മാറ്റിയത്. അപ്പോൾ നിങ്ങൾ UAEയുടെയോ USA ഒക്കെ സിറ്റിസൺ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യയായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു OCI കാർഡ് ഹോൾഡറായിട്ട് മാറാൻ കഴിയും. ആ ഒരു OCI കാർഡ് ഹോൾഡർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും. അത് നമ്മൾ ലേറ്റർ പാർട്ടിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു OCI കാർഡ് ഹോൾഡർ ആവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുമെന്ന് നമുക്ക് നോക്കാം. സിറ്റിസൺഷിപ്പ് പോലെയല്ല, ഇവിടെ വെറും ഒരു കാർഡ് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ചില ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു OCI കാർഡ് ഹോൾഡർ ആവാൻ പറ്റുക. അതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയാസ് ഇതൊക്കെയാണ്. ആദ്യത്തേത്, നിങ്ങൾ പണ്ട് സിറ്റിസൺ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് സിറ്റിസൺഷിപ്പ് നേടാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിജിബിലിറ്റിനെ കുറിച്ച്. ആ ഒരു സമയത്ത് നിങ്ങൾ എലിജിബിൾ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സിറ്റിസൺ ആയിരുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പോണ്ടിച്ചേരി, ഗോവ, സിക്കിം പോലെയുള്ള സ്ഥലങ്ങളിലെ സിറ്റിസൺ ആയിരുന്നു നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ എലിജിബിൾ ആയിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു ടെറിട്ടറി വഴി ഇന്ത്യയുടെ പാർട്ടായ പ്രദേശങ്ങളിലൊക്കെ സിറ്റിസൻ്റെ മകനോ അല്ലെങ്കിൽ ഗ്രാൻഡ് ചൈൽഡോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡോ, അപ്പോൾ നിങ്ങളുടെ അപ്പൻ, അപ്പൂപ്പൻ, അപ്പൂപ്പൻ്റെ അപ്പൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്രയും ഈസി ആയിട്ട് വെക്കാൻ കാരണം എന്താ? ഇത് സിറ്റിസൺഷിപ്പ് അല്ല തരുന്നത്, നിങ്ങൾക്ക് വെറുതെ ഒരു OCI കാർഡ് മാത്രമാണ് തരുന്നത്. ആ OCI കാർഡ് വഴി നിങ്ങൾക്ക് വിസ ഇല്ലാതെ ഇന്ത്യയിലോട്ട് വരാൻ പറ്റും. അങ്ങനെ കുറച്ച് ആനുകൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു ആനുകൂല്യം ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ആ ഒരു പാരമ്പര്യ പ്രകാരം ഇന്ത്യയായിട്ട് കണക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലോട്ട് വരേണ്ടി വരും. അപ്പോഴൊക്കെ വിസയ്ക്ക് അപേക്ഷിച്ച് വിസയുടെ ഓഫീസിലോട്ടൊക്കെ പോകാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് വിസയൊന്നും ഇല്ലാതെ ഇന്ത്യയിലോട്ട് വരാനുള്ള അനുവാദമൊക്കെ മാത്രമേ ഈ ഒരു OCI കാർഡ് വഴി നൽകുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മൈനർ ചൈൽഡ്,
ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ അല്ലെങ്കിൽ സ്പൗസ്, അത്തരം അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു OCI കാർഡ് കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെയാണ് സിറ്റിസൺ ആയിട്ടുള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ OCI കാർഡൊന്നും ചോദിക്കരുത്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ളവരൊന്നും വിസ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവർ എത്തരത്തിലുള്ള വ്യക്തികളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെയും നിങ്ങൾ കോമൺ സെൻസ് മാത്രം വെച്ചാൽ മതി. പിന്നെ ഗവൺമെൻറ്റിന് തീരുമാനിക്കാം ആർക്ക് കൊടുക്കണമെന്ന്. ചില സമയത്ത് ഇപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യാത്തവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഗവൺമെൻറ് നാളെ നമുക്ക് ഈ ഒരു OCI കാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് OCI കാർഡിനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻസ്. അതിനുശേഷം നമ്മൾ കാണേണ്ടത് ഈ OCI കാർഡ് ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിനെ കുറിച്ചാണ്. ഈ ഒരു റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിന് സ്പെസിഫൈ ചെയ്യാം. ഗവൺമെൻറ് തീരുമാനിക്കും ഇവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഷാൽ ബി എൻടൈറ്റിൽഡ് ടു സച്ച് റൈറ്റ്സ് ആസ് എ സെൻട്രൽ ഗവൺമെൻറ് മേ സ്പെസിഫൈ ഇൻ ദിസ് ബിഹാഫ്. അപ്പോൾ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാരണം സിറ്റിസൺഷിപ്പിൻ്റെ ഒക്കെ ആ ഒരു ഭാഗം വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് നമ്മളെ OCI കാർഡ് ഹോൾഡേഴ്സിന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നൽകേണ്ടതെന്നുള്ളത്. പക്ഷേ കുറേ അധികം റൈറ്റ്സ് ഈ ഒരു OCI കാർഡ് ഹോൾഡേഴ്സിന് കിട്ടില്ല. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ, പബ്ലിക് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ചോദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ സ്റ്റിൽ പുറത്തെ രാജ്യത്തെ സിറ്റിസനാണ്, നിങ്ങൾ ഇവിടുത്തെ പൗരനല്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് ഓഫീസുകളിലോട്ട് ജോലിയിലോട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരും? അതുപോലെ തന്നെ പ്രസിഡൻ്റ് ആവാൻ മത്സരിക്കാൻ പറ്റില്ല, സ്റ്റിൽ നോട്ട് എ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി. വൈസ് പ്രസിഡൻ്റ് ആവാൻ മത്സരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ജഡ്ജി ആവാൻ പറ്റില്ല. ഹൈക്കോടതിയിലാണെങ്കിലും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലാണെങ്കിലും നിങ്ങൾക്കിവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കിവിടെ MP-യോ MLA ആവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, OCI കാർഡ് ഹോൾഡർ ആവുന്നത് വഴി നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് വെറുതെ കുറച്ച് ആനുകൂല്യങ്ങൾ, നിങ്ങൾക്ക് ഇന്ത്യയായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഇടയ്ക്ക് വന്ന് പോകാനൊക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനൊക്കെ കുറച്ച് ആനുകൂല്യങ്ങൾ. ഒരു വിദേശി പ്രോപ്പർ ഒരു സായിപ്പോ മദാമയോ വരുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ഇന്ത്യയിലോട്ട് വരാം. അത്രയും മാത്രമേ വരുന്നുള്ളൂ. ഇനി ഈ OCI കാർഡ് ഹോൾഡർക്ക് ആ ഒരു കാർഡ് എങ്ങനെയാണ് നഷ്ടപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് റിനൗൺസിയേഷൻ വഴി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സിറ്റിസൺഷിപ്പിൽ റിനൗൺസിയേഷൻ വഴി ഉള്ളതുപോലെ തന്നെ നിങ്ങൾ റിനൗൺസിയേഷൻ്റെ ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു OCI കാർഡ് ക്യാൻസലായി പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസും, അതായത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ, ഇവർക്കൊക്കെ അവരുടെ ആ ഒരു OCI കാർഡും ഇല്ലാതായി പോകുന്നതാണ്. കാരണം നിങ്ങളുടെ കണക്ഷൻ വെച്ചിട്ടാണല്ലോ അവർ എടുത്തത്. അപ്പോൾ അവരുടെയും OCI കാർഡ് ഇല്ലാതാവുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ? ഡിക്ലറേഷൻ വഴി. അടുത്തത് എങ്ങനെയാ? ക്യാൻസലേഷൻ വഴി. മറ്റോടത്ത് കമ്പൽസറി ടെർമിനേഷൻ, ഡെപ്രിവേഷനിലെ കമ്പൽസറി ടെർമിനേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മളുടെ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. കാരണം ഇത് വെറും OCI കാർഡ് ഹോൾഡിംഗ് ആണല്ലോ. അപ്പോൾ അത്ര വലിയ ടെർമിനേഷൻ അല്ലെങ്കിൽ ഡെപ്രിവേഷൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാൻസലേഷൻ വഴി എങ്ങനെയൊക്കെ പോവുക? നിങ്ങൾ ഫ്രോഡ് വഴിയാണ് ഈ ഒരു OCI കാർഡ് എടുത്തതെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങൾക്കില്ലാത്ത ഭർത്താവിനെ വെച്ചിട്ട് ഇന്ത്യൻ കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ OCI കാർഡ് എടുത്തതെങ്കിലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ഫ്രോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, തിരിമറി കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലോയൽറ്റി കാണിച്ചു, ഡിസഫെക്ഷൻ കാണിച്ചു ഭരണഘടനയോട്. നേരത്തെ നമ്മുടെ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ഭരണഘടനയെ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ OCI കാർഡ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാരേജ് നിങ്ങൾ ഡിസോൾവ് ചെയ്തു, നിങ്ങൾ ഡിവോഴ്സായി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മാരേജിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു വ്യക്തിനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യയിൽ കല്യാണത്തിലിരിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തിനെ കല്യാണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലോസിൽ ഓരോ ലോസിലും വ്യത്യാസമുണ്ട്. അതിന് കുറച്ച് ബാനൊക്കെ ഉണ്ട്. പക്ഷെ പുറത്ത് പോകുമ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് അനുവദിക്കുന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വ്യക്തിനെ കല്യാണം കഴിച്ചിരിക്കുന്ന നേരത്തെ തന്നെ വേറൊരു വ്യക്തിനെ കല്യാണം കഴിച്ചാൽ അപ്പോഴും നിങ്ങളുടെ ആ ഒരു OCI കാർഡ് പോകുന്നതാണ്. പിന്നെ നിങ്ങൾ ശത്രു രാജ്യമായിട്ട് നിങ്ങൾ കണക്ഷൻ വെച്ചു, പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ അവരുമായിട്ട് കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OCI കാർഡ് പോകുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷത്തിൽ നിങ്ങൾ ഈ ഒരു OCI കാർഡ് കിട്ടി, ആ ഒരു ടൈമിൽ 5 വർഷത്തിൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷന് ശേഷം 2 വർഷ കാലഘട്ടം നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ രജിസ്ട്രേഷന് ശേഷം പിന്നീടുള്ള 5 വർഷത്തിൽ 2 വർഷം നിങ്ങൾ ജയിലിലായിരുന്നെങ്കിൽ നിങ്ങളുടെ OCI കാർഡ് കളയുന്നതാണ്. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, നമ്മളുടെ ഗവൺമെൻറ്റിന് തോന്നി നിങ്ങളുടെ OCI കാർഡ് എടുത്തു കളയേണ്ടത് അനിവാര്യമാണ്. It is necessary so to do in the interests of the sovereignty and integrity of India, the security of India,
ഫ്രണ്ട്ലി റിലേഷൻസ് ഓഫ് ഇന്ത്യ വിത്ത് എനി ഫോറിൻ കൺട്രി ഓർ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക്. അപ്പോൾ ജനങ്ങളുടേതായിട്ടുള്ള ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കായിട്ട് ഇത്തരം കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു OCI കാർഡ് എടുത്തു കളയേണ്ടത് അനിവാര്യമാണെന്ന് നമ്മളെ ഗവൺമെൻറ്റിന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും അത് എടുത്തു കളയാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NRIയും OCIയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. NRI എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരൻ തന്നെയാണ്, അവർ നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യയിൽ താമസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ USA പോയി അല്ലെങ്കിൽ നിങ്ങൾ ദുബായിലൊക്കെ ജോലിക്ക് പോയിട്ട് നിങ്ങൾ ഇന്ത്യൻ പൗരനായിട്ട് തന്നെ തുടരാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ പൗരനാണ്. പക്ഷേ OCI എന്ന് പറയുമ്പോൾ അവർ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരനാണ്. ഇപ്പോൾ UAEയുടെയോ US-ൻ്റെയോ ഒക്കെ പൗരനാണ്. പക്ഷെ ഈ ഒരു OCI സിറ്റിസൺഷിപ്പ് കാർഡ് ഉണ്ട് എന്ന് മാത്രം. ഈ ഒരു OCI കാർഡ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പോൾ ചില അപ്ലിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ ഫീസിൻ്റെ കാര്യത്തിൽ ആനുകൂല്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആനുകൂല്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടൂറിസത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കിൽ പോകുമ്പോൾ അവിടെയൊക്കെ കുറേ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനുകൂല്യം നിങ്ങൾക്ക് വിസ ഇല്ലാതെ ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു അനുമതി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിറ്റിസൺഷിപ്പിൽ വരുന്നത്. സിറ്റിസൺഷിപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം തന്നെ നമ്മൾ സിറ്റിസൺഷിപ്പിൽ പഠിച്ചു. സിറ്റിസൺഷിപ്പ് എവിടെ വരുന്നത്? പാർട്ട് 2-ൽ വരുന്നു. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ വരുന്നു. ആ ഒരു ഭാഗത്തിൽ സിറ്റിസൺഷിപ്പ് ഭാവിയിൽ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊന്നും പ്രോപ്പറായിട്ട് ഇലാബറേറ്റ് ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. 1950 ആരെയൊക്കെയാണ് സിറ്റിസനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ കണ്ടു പാർലമെൻറ്റിനാണ് അധികാരം കൊടുത്തിട്ടുള്ളത്. സിറ്റിസൺഷിപ്പ് ആക്ടുകൾ വഴിയാണ് നമ്മളെ പാർലമെൻറ്റ് ആര് സിറ്റിസൺ ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അക്വിസിഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു. അക്വിസിഷൻ എങ്ങനെയൊക്കെയായിരുന്നു? ബർത്ത് വഴി, ഡിസെൻറ്റ് വഴി, ഇന്ത്യൻ ഒറിജിൻ കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വഴി, അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി, അതും അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന, നിങ്ങൾ റെസിഡൻ്റ് ആയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സിറ്റിസൺ ആയിരുന്ന ആ ഒരു ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗമാകുന്നത് വഴി, പോണ്ടിച്ചേരിയോ ഗോവയോ അല്ലെങ്കിൽ സിക്കിമൊക്കെ പോലെ. അതുപോലെ തന്നെ ആസാം അക്കോർഡ്, ആ ഒരു ആസാം എഗ്രിമെൻ്റ് പ്രകാരം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ചില സ്പെഷ്യൽ പ്രൊവിഷൻസും ഉണ്ട്. അതൊക്കെ വഴിയാണ് ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് കിട്ടുക. ഇനി ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് നഷ്ടമാവുന്നത് എങ്ങനെയൊക്കെയാണ്? ആദ്യം തന്നെ റെനൗൺസിയേഷൻ വഴി നമ്മളായിട്ട് തന്നെ ഡിക്ലറേഷൻ കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് വേണ്ട. അല്ലെങ്കിൽ ടെർമിനേഷൻ വഴി നിങ്ങൾ മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതോടുകൂടെ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് ഇല്ലാതാകുന്നു. അതൊരു ഓട്ടോമാറ്റിക് ടെർമിനേഷനാണ്. അത് നടക്കാത്തത് എപ്പോൾ മാത്രമാണ്? യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രമാണ്. ആദ്യത്തെ റിനൗൺസിയേഷനും യുദ്ധത്തിൻ്റെ സമയത്ത് വിത്ത്ഹെൽഡ് ആവും. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ഒരു രീതിയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഡെപ്രിവേഷൻ വഴി നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് കമ്പൽസറി ടെർമിനേഷൻ നടത്താണ്. നിങ്ങൾ ഫ്രോഡ് കാണിച്ചാണ് സിറ്റിസൺഷിപ്പ് എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശത്രു രാജ്യമായിട്ട് യുദ്ധസമയത്ത് കണക്ഷൻ വെക്കുന്നു, പിന്നെ നിങ്ങൾ രജിസ്ട്രേഷനോ നാച്ചുറലൈസേഷനോ ശേഷമുള്ള 5 വർഷത്തിനുള്ളിൽ 2 വർഷങ്ങൾക്കായിട്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അതുമല്ലെങ്കിൽ നിങ്ങൾ 7 വർഷമായിട്ട് ഇന്ത്യയായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇവിടേക്ക് വരാണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങളെ സിറ്റിസൺഷിപ്പ് പോവും. ലോസ് ഓഫ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പിൽ നമ്മൾ കണ്ടു ആർട്ടിക്കിൾ 9 പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാന്ന്. ഇവിടെ ഒരു ഫെഡറൽ സ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്റ്റേറ്റിലും നമ്മൾ സിറ്റിസനായിട്ട് ആരെയും കൺസിഡർ ചെയ്യുന്നില്ല. ഇന്ത്യയുടെ സിറ്റിസൺ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കേരളത്തിൻ്റെയോ തമിഴ്നാടിൻ്റെയോ ഒന്നും സിറ്റിസൺ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്റ്റേറ്റുകളിലോട്ടും പോകുമ്പോൾ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ഒന്നും ചെയ്യില്ല. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള റൈറ്റ്സും കൂടി ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യൻ ആണെന്നുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 16 എംപ്ലോയ്മെൻറ്റിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ഈക്വാലിറ്റി തരുമ്പോഴും റെസിഡൻസ് എന്നുള്ളത് ഒരു സ്പെഷ്യൽ ക്രൈറ്റീരിയ ആയിട്ട് വെച്ച് നിയമം പാസ്സാക്കാൻ പാർലമെൻറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 റൈറ്റ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും റെസിഡൻസ് ഒരു ഗ്രൗണ്ട് അല്ല. നിങ്ങളെ റിലീജിയൻ്റെ കാര്യത്തിലോ സെക്സിൻ്റെ കാര്യത്തിലോ കാസ്റ്റിൻ്റെ കാര്യത്തിലോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിലോ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ
നിങ്ങളുടെ റെസിഡൻസിൻ്റെ കാര്യത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആർട്ടിക്കിൾ 19 പ്രകാരം നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് റെസിഡൻസ് ഉണ്ടെങ്കിലും അത് ട്രൈബൽ ഏരിയാസിലോട്ടുള്ള പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് OCI കാർഡിനെ കുറിച്ചാണ്. OCI കാർഡിനെ കുറിച്ച് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു 2002 LM സിഗ്വി കമ്മിറ്റീനെയാണ് ഈ ഒരു ഇന്ത്യയുടെ പുറത്തുള്ള ഡയാസ്പോറയായിട്ട് പ്രോപ്പറായിട്ട് കണക്ഷൻ വെക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് വെച്ചത്. അങ്ങനെ അവർ ഡ്യുവൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ നമ്മളുടെ ആർട്ടിക്കിൾ 9 പ്രത്യേകം പറയുന്നുണ്ട് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പാടില്ലെന്ന്. അപ്പോൾ നമ്മൾ ഒരു കാർഡെന്ന രൂപത്തിൽ നമ്മളുടെ പേഴ്സൺസ് ഓഫ് ഇന്ത്യ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമ്മൾ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ, സിറ്റിസൺഷിപ്പ് അല്ല കേട്ടോ, അത് ശരിക്കും ആനുകൂല്യങ്ങൾക്കായിട്ടുള്ള ഒരു കാർഡ് മാത്രമാണ്. പക്ഷെ പറയുമ്പോൾ നമുക്ക് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാമെന്ന് മാത്രം. ഇതൊക്കെ കൊടുക്കുന്നതും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമാണ്. അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, നമ്മൾ ഇന്ത്യൻ പൗരത്വം അവർക്ക് കൊടുക്കുന്നില്ല, ഒരു കാർഡ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ 2 പൗരത്വമൊക്കെ സ്വീകരിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമേ ഈ കാർഡ് കൊടുക്കുകയുമുള്ളൂ. അവിടെ നിങ്ങൾ കൺഫ്യൂസിങ് ആകുമ്പോൾ ഇത് മാത്രം ഓർക്കുക, ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നില്ല. ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിച്ചിട്ടേ ഇല്ല. അനുവദിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ OCI കാർഡായിരുന്നു. പിന്നെ 2015 അത് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് 2015 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പ്രത്യേകം ഈ OCI എന്നുള്ളതിനെ OCI കാർഡ് ഹോൾഡറിന് പ്രത്യേകമാക്കി വെച്ചു. ഈ OCI കാർഡ് ഹോൾഡേഴ്സിന് ആകെയുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോപ്ഷൻ്റെ കാര്യത്തിൽ കുറേ ആനുകൂല്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂറിസം പോലുള്ള കാര്യങ്ങൾക്ക് ഇവിടേക്കായിട്ട് വരുമ്പോൾ എൻട്രിയുടെ കാര്യത്തിലൊക്കെ കുറേ ആനുകൂല്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വിസയില്ലാതെ ഇന്ത്യ സന്ദർശിക്കാം. ഈ OCI പക്ഷേ പാകിസ്ഥാൻ പൗരന്മാർക്കും ബംഗ്ലാദേശ് പൗരന്മാർക്കും ഒരിക്കലും കൊടുക്കുന്നതല്ല. രജിസ്ട്രേഷൻ വഴി എങ്ങനെ OCI കാർഡ് കിട്ടുമെന്നൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആവാൻ എലിജിബിൾ ആയിരുന്നെങ്കിൽ, ഇന്ത്യയായിട്ട് ഭാഗമായ ഒരു ടെറിട്ടറിയുടെ സിറ്റിസൺ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തിയുടെയൊക്കെ ആയിട്ട് ഗ്രാൻഡ് ചൈൽഡോ അല്ലെങ്കിൽ OCI കാർഡ് കിട്ടിയവരുടെ ചൈൽഡോ ഗ്രാൻഡ് ചൈൽഡോ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ സ്പൗസ്, നിങ്ങളെ ഭാര്യയ്ക്കോ ഭർത്താവിനോ രജിസ്റ്റർ ചെയ്യാന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇതെങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ഒന്നില്ലെങ്കിൽ റിനൗൺസിയേഷൻ വഴി, അതായത് നമ്മൾ ഡിക്ലറേഷൻ എഴുതി കൊടുക്കുന്നത് വഴി, അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യുന്നത് വഴി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് ചാപ്റ്ററിൽ പഠിച്ചത്. ഇതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്, ഏത് പാർട്ടിലാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. പിന്നെ പെർമനൻറ്റും ഇലാബറേറ്റും ആയിട്ടുള്ള പ്രൊവിഷൻസ് ഇല്ലെന്നുള്ള കാര്യവും വളരെയധികം ഓർത്ത് വയ്ക്കുക. OCI കാർഡ് ഹോൾഡേഴ്സിനുള്ള ആനുകൂല്യങ്ങളിൽ പ്രത്യേകിച്ച് വിസയില്ലാതെ അവർക്ക് ഇവിടെ വരാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.